അങ്ങനെ കാത്തിരുന്ന് പിള്ളേർക്കൊരു ഹോളിഡേ കിട്ടിയ ദിവസം നമ്മളിതാ എല്ലാവരെയും കൂട്ടിയിട്ട് സൂ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോവാണ്. എന്നെ സംബന്ധിച്ച് നമ്മൾ എവിടെ പോകുന്നു എന്നതിനേക്കാളും എനിക്ക് ഇമ്പോർട്ടൻസ് ആരുടെ കൂടെ പോകുന്നു എന്നതിലാണ്. നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരുടെ കൂടെ പോകുമ്പോൾ നമ്മുടെ എൻജോയ്മെൻറ്റിൻ്റെ അളവ് കൂടുമല്ലേ. അപ്പം ഞാൻ ഈ മൊമെൻറ്റ്സൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ ഫാമിലിയുടെ കൂടെയുള്ള നമ്മുടെ സമയം ശരിക്കും പ്രഷ്യസ് ആയിട്ടുള്ളൊരു ഗിഫ്റ്റാണല്ലേ. വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലുള്ളൊരു സ്വഭാവമാണ്, ഉടനെ വിശക്കാൻ തുടങ്ങും. അപ്പോൾ എനിക്ക് കിട്ടിയ പാർട്ട്ണറും അതുപോലെ തന്നെയാണ്. എവിടെ എന്ത് വഴിയരികിൽ കണ്ടാലും അതൊക്കെ നിർത്തി വാങ്ങി കഴിച്ച് ചെറുതായിട്ടൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് അങ്ങനെ പോകാൻ ആഗ്രഹമുള്ളവരാണ്. തൃശ്ശൂരുള്ള സൂലാട്ടോ നമ്മൾ വന്നിട്ടുള്ളത്. ആക്ച്വലി ഇപ്പോൾ ഇവിടുത്തെ മ്യൂസിയമാണ് കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളത്. മൃഗങ്ങളും കാര്യങ്ങളൊന്നും ഇപ്പോൾ അധികം കാണാനൊന്നുമില്ല. ഒന്നാമത് ഇത് ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യാണെന്നാണ് പറഞ്ഞു കേട്ടത്. അതുകൊണ്ട് തന്നെ മൃഗങ്ങളൊക്കെ ഭയങ്കര കുറവായിരുന്നു. എന്നാലും എല്ലാവരും കൂടെ ഒരുമിച്ച് വർത്താനൊക്കെ പറഞ്ഞ് കോമഡിയൊക്കെ പറഞ്ഞ് അങ്ങനെ നടക്കാനൊരു രസം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ മൃഗങ്ങൾ കുറവായിരുന്നെങ്കിലും അത്യാവശ്യം ആളുകൾ ഉണ്ടായിരുന്ന പോലെ എനിക്ക് തോന്നി. മേ ബി ഹോളിഡേ ആയതുകൊണ്ടായിരിക്കും ഇത്ര തിരക്ക്. വീക്ക് ഡേയ്സിൽ എനിക്ക് തോന്നുന്നു ആരും തന്നെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. മ്യൂസിയം കാണാനും നമ്മൾ ആദ്യം തന്നെ ടിക്കറ്റ് എടുക്കണം. പിന്നെ നമ്മൾ സൂവിലേക്ക് എൻ്റർ ചെയ്യുമ്പോഴും ഒരു ടിക്കറ്റ് ഉണ്ട്. വളരെ കുറഞ്ഞ റേറ്റ് ആണ്, 100 താഴെ എന്തൊക്കെ ഉള്ളൂ. എത്രയാണെന്ന് ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല കേട്ടോ. എൻ്റെ അറിവിൽ ഞാൻ സൂ കണ്ടത് ഞാൻ വളരെ ചെറുതായിരിക്കുമ്പോഴാണ് കേട്ടോ. അതിനുശേഷം ഞാൻ ഇപ്പോഴാണ് ഒരു സൂവിൽ പോകുന്നത്. നമ്മൾ പോയ ദിവസം നല്ല വെയിലുള്ള ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ മിക്ക മൃഗങ്ങളും ഷെയ്ഡിൻ്റെ അകത്ത് അങ്ങനെ റെസ്റ്റ് എടുക്കുമായിരുന്നു. കുറച്ചെണ്ണം മാത്രമാണ് കേട്ടോ പുറത്തൊക്കെ ഉണ്ടായിരുന്നത്. ഞാനാണെങ്കിൽ അവിടെ കുത്തി നിന്ന് കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഈ ഒരു ഹിപ്പോപ്പൊട്ടാമസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വലുതാണ് കാണുമ്പോൾ. ഇതൊന്ന് വായ ഇങ്ങനെ തുറന്നപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. പിന്നെ ഞാൻ ആ സമയത്ത് വീഡിയോ ഓൺ അല്ലായിരുന്നുകൊണ്ട് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. കുറേ നേരം ഇവിടെ നിന്നപ്പോഴാണ് ഇതൊന്ന് അടുത്ത് വന്ന് കിട്ടിയത്. ഇത്ര നേരം ആ ഒരു കോൺക്രീറ്റിൻ്റെ ബാക്കിൽ ഒളിച്ച് നിൽക്കുമായിരുന്നു. ഞാൻ പിന്നെയും നിങ്ങളോടൊരു കാര്യം എടുത്തെടുത്ത് പറയുവാണ്. നമ്മുടെ വീഡിയോസിൽ കുറേ ആളുകൾ വന്നിട്ടുള്ളത് നമ്മുടെ ഗാർഡൻ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ്. അപ്പോൾ ഇപ്പോൾ എനിക്കറിയാം നമ്മുടെ ചാനലിൽ വളരെ കുറവാണ് ഗാർഡൻ വീഡിയോസ്. എൻ്റെ ലൈഫ് മൊമെൻറ്റ്സാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. നമ്മുടെ ചാനൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗാർഡൻ ചാനലല്ല. എന്നാലും എൻ്റെ ലൈഫ് പ്ലാന്റ്സുമായിട്ട് വളരെ കണക്റ്റഡ് ആയതുകൊണ്ട് പ്ലാന്റ്സ് ഇല്ലാതെ നമ്മുടെ ചാനലിൽ എനിക്ക് സങ്കല്പിക്കാനും കഴിയില്ല. ഇപ്പോൾ കറൻ്റ്ലി എൻ്റെ ലൈഫിൽ പ്ലാന്റ്സിനെ പരിപാലിക്കാനുള്ള സമയമൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ഗാർഡൻ വീഡിയോസ് എക്സ്പെക്റ്റ് ചെയ്യുന്നവർക്ക് നമ്മുടെ ചാനലിൽ നിന്നൊരു ബ്രേക്കൊക്കെ വേണമെങ്കിൽ എടുക്കാം. ഈ ഒരു തിരക്കൊന്ന് ഒതുങ്ങി കഴിയുമ്പോൾ നമ്മൾ ഫുൾ പവറോടെ തിരിച്ചു വരും കേട്ടോ.